ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പ് കോൺഫ്ലവർ വെച്ചും വളരെ ഫേമസും ടേസ്റ്റി ആയിട്ടുള്ള ഹലുവേൻ്റെ റെസിപ്പിയാണ്. ഈ റെസിപ്പി ചെയ്യാൻ മൊത്തത്തിൽ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഒരു ഹലുവ ചെയ്യാൻ കഷ്ടം എന്ന് കുറേ പേരെങ്കിലും വിചാരിക്കുമായിരിക്കും. ബട്ട് അത് ഉറപ്പായിട്ടും അത്രയും കഷ്ടമൊന്നുമില്ല. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇനി ഈ ഹലുവ മാത്രമേ തയ്യാറാക്കുള്ളൂ. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതിലും ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഓളും കൂടി കൊടുത്തതിന് ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് നിങ്ങൾക്കൊന്ന് ചേരും. ആദ്യം തന്നെ നമുക്കൊരു തട്ടൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിൻ ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ചോറ്റും പാത്രമായാലും മതിയാവും. ഇതിലേക്ക് നമുക്ക് ലേശം എണ്ണയോ നെയ്യോ ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഹലുവ തയ്യാറാക്കിയതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് പകർത്താനുള്ളതാണ്. അപ്പോൾ ഇത് ആദ്യമേ തന്നെ തയ്യാറാക്കി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഹലുവ തയ്യാറാക്കാനായിട്ട് സാധാരണ നമ്മൾ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് മാവൊക്കെ ആയിരിക്കും യൂസ് ചെയ്യണത്. പക്ഷേ ഈ ഒരു ഹലുവ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കുന്നത് കൊണ്ടും നമുക്ക് ഇവിടെ കോൺഫ്ലവറാണ് ആവശ്യം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കോൺഫ്ലവറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിന് വേണ്ടി മെഷറിംഗ് കപ്പ് തന്നെ വേണം എന്ന് ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏത് കപ്പാണ് എടുത്തിരിക്കുന്നത് അതാണ് നമ്മുടെ മെഷറിംഗ് കപ്പ്. ഇപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് ഞാൻ മെഷറിംഗ് കപ്പ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ല കട്ടകളില്ലാത്ത രീതിക്ക് നന്നായിട്ട് യോജിപ്പിച്ച് റെഡിയാക്കി വെക്കാം. ഇനി അടുത്തായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് 2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഏത് കപ്പാണോ ആദ്യം എടുത്തത് അതേ കപ്പിൽ തന്നെയാണ് ഞാൻ ഈ പഞ്ചസാര അളന്ന് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതായത് സിമ്പിൾ റേഷ്യോ ആണ്, 2 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം. ഇനി ഈ പഞ്ചസാര നല്ലപോലെ അലിഞ്ഞാൽ മതി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഞ്ചസാര 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയോ അല്ലെങ്കിൽ 2 സ്ട്രിങ് കൺസിസ്റ്റൻസി ആ ഒരു രീതിക്ക് നമ്മൾ പാകത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ പഞ്ചസാര ഈ വെള്ളത്തിൽ കിടന്ന് ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ അതുവരെ ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ. ഇനി ഇവിടെ ഒരു കാര്യം കൂടി, നമ്മൾ മേടിക്കുന്ന പഞ്ചസാര റേഷനിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാരയാണെങ്കിൽ ചിലപ്പോൾ അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഞ്ചസാര ഒന്ന് ജസ്റ്റ് മെൽറ്റായി വരുന്ന ആ ടൈമിൽ 1 ടേബിൾ സ്പൂൺ പാല് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അകത്തുള്ള അഴുക്കിൻ്റെ അംശം മേളിലോട്ട് കയറി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അരിപ്പയൊക്കെ ഉണ്ടാവല്ലോ, ആ ഒരു അരിപ്പ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മേളിൽ കൂടി എടുത്ത് കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉള്ള പഞ്ചസാരയ്ക്ക് അഴുക്കുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആദ്യം ചേർത്തിരിക്കുന്ന പഞ്ചസാര നല്ലപോലെ അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കോൺഫ്ലവർ വെള്ളത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇത് ചേർക്കുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഈ കോൺഫ്ലവർ അടിയിൽ കിടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ ചേർക്കുന്ന തൊട്ട് മുമ്പായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് സാവധാനം ഈ പഞ്ചസാര പാനിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒട്ടും കട്ടകൾ വരാത്ത രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നത്. എങ്ങാനും ഇതിൽ കട്ടകൾ അങ്ങനെ കുത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പാറ്റിൽ വെച്ചിട്ട് അത് കുത്തിക്കളയാന്നല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല. അല്ലെങ്കിൽ അത് പച്ചയായിട്ട് ഹലുവയിൽ അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കാൻ പോകുന്നത്. മീഡിയമിലോട്ടോ ഹൈയിലോട്ടോ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നില്ല. കാരണം ഇത് കട്ടകൾ കുത്താനും ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കോൺഫ്ലവറിൻ്റെ പച്ചവാസന മാറി കിട്ടത്തുമില്ല. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇത് അല്പസമയം കഴിയുമ്പോഴേക്കും കുറച്ച് കുറുകാൻ തുടങ്ങും, അതായത് കുറച്ച് തിക്കാവാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തുന്നവരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. ഇപ്പോൾ ഇവിടെ ഒരു ഏകദേശം 10 മിനിറ്റെങ്കിലും ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ലൊരു ഷൈനി ആയിട്ടുള്ള നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഹലുവയ്ക്കുള്ള കോൺഫ്ലവർ ഒന്ന് കുറുകി കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്കല്ല ചേർക്കാൻ പോകുന്നത്, ഓരോ ടേബിൾ സ്പൂൺ വീതം ഓരോ തവണയായിട്ട് ഞാൻ ചേർക്കാൻ പോവാണ്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ഹലുവയിലോട്ട് മൊത്തം പിടിച്ചു വരുന്ന സമയത്ത് അടുത്തൊരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ബാക്കിയുള്ളതും ചേർത്ത് കൊടുത്ത് റെഡിയാക്കി എടുക്കാം. ഇനി അഥവാ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കുന്ന നെയ്യ് ഇത്രയും വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ 5 ടേബിൾ സ്പൂൺ എണ്ണ ഉള്ളത് 3 ടേബിൾ സ്പൂണിലേക്ക് ഒതുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ തന്നെയാണ്. എങ്കിലും ഒരു 3 ടേബിൾ സ്പൂൺ എങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ പിന്നെ ഹലുവയ്ക്ക് അത്ര രുചി കാണത്തില്ല.
ഇപ്പോൾ നോക്കിക്കോളൂ, ഞാനിവിടെ മൊത്തത്തിൽ 5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. അതുപോലെ തന്നെ നിർത്താതെ ഇളക്കി കൊണ്ടിരിക്കുകയും വേണം, അല്ലെങ്കിൽ പിന്നെ ഒരു ഭാഗം മാത്രം കട്ട കുത്തിയിരിക്കും. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ് ചേർക്കേണ്ടത്. ലെമൺ ജ്യൂസ് ചേർക്കുന്ന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിരിക്കുന്ന പഞ്ചസാര ക്രിസ്റ്റലൈസ് ആവാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഒന്ന് തണിഞ്ഞു കഴിയുമ്പോഴേക്കും ഇത് കട്ട കുത്താനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ലെമൺ ജ്യൂസ് ചേർക്കുന്നത്. ഇനി ഈ ലെമൺ ജ്യൂസിന് പകരം നമുക്ക് 1 ടീസ്പൂൺ സിട്രിക് ആസിഡ് പാക്കറ്റ്സിലൊക്കെ കിട്ടുമല്ലോ, അതായാലും ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഹലുവയുടെ ടെക്സ്ചറിലോട്ടും ഹലുവയുടെ ആ ഒരു ഭംഗിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാനിവിടെ കുറച്ച് കളറാണ് ചേർക്കുന്നത്. അതായത് ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ് ചേർക്കുന്നത്. അത് ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതിയാവും. ഇനി ഈ കളർ ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് വീട്ടിലുള്ള മഞ്ഞപ്പൊടിയായാലും കുറച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും. രുചിക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, കളറിന് മാത്രം ചെറിയൊരു വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഹലുവ ഈ പാന് കിടന്ന് നല്ലപോലെ ഓടുന്നുണ്ട്. അതേസമയം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിരിക്കുന്ന നെയ്യെല്ലാം ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഹലുവ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് തന്നെയാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. ഇനി ഈ ഒരു സ്റ്റേജിൽ കുറച്ചും കൂടി ഫ്ലേവർ വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മാത്രം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ റോസ് എസൻസ് ആയാലും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർക്കുന്നത്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കുറച്ചും കൂടി രുചി കൂട്ടാനായിട്ട് ഞാനിവിടെ കുറച്ച് മെലൺ സീഡ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഈ മെലൺ സീഡ്സ് ഹലുവയിലേക്ക് ചേർക്കുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ല രുചിയുണ്ടോ. ഇനി അഥവാ നിങ്ങളുടെ വീട്ടിൽ മെലൺ സീഡ്സ് ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ കാഷ്നട്ട്സോ പിസ്തയോ ബദാം ഏതായാലും ചേർത്ത് കൊടുത്താൽ മതി. ഇവയൊന്നും ചേർത്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിൻ്റെയൊക്കെ അളവും നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം, കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനിയിപ്പോൾ നമ്മൾ ഹലുവ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കേക്ക് ടിന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധാരണ തട്ടിൽ ഏതെങ്കിലും ആയാലും മാറ്റിയാൽ മതി. അതിലോട്ട് നമുക്ക് ഉടനെ തന്നെ മാറ്റി സെറ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു ഹലുവ തയ്യാറാക്കാനായിട്ട് എനിക്ക് കുറഞ്ഞത് ഒരു 12 മുതൽ 18 മിനിറ്റ് എടുത്തുള്ളൂ. നമ്മൾ സാധാരണ വീട്ടിലുള്ള ഗോതമാവ് വെച്ചോ അല്ലെങ്കിൽ ഒരു മൈദ കൊണ്ടിട്ട് ഹലുവ തയ്യാറാക്കിയിട്ടുണ്ടോ. എന്നാൽ ഇനി നിങ്ങളൊരു ഹലുവ തയ്യാറാക്കുമ്പോൾ ഇതുപോലെയുള്ള കോൺഫ്ലവർ കൊണ്ടിട്ട് ഹലുവ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി എല്ലാവർക്കും കൊടുക്കൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രുചിയായിരിക്കും. എന്നാൽ ഉണ്ടാക്കാനും വളരെ എളുപ്പം തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധാരണ തവിയുണ്ടോ അല്ലെങ്കിൽ ഒരു സ്പാറ്റിൽ കൊണ്ടിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചാലും മതി, അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചാലും മതി. ഞാനിവിടെ റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് വെക്കുന്നത്. കുറഞ്ഞത് ഒരു 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വെച്ചാലും മതി. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ ഹലുവ ഇവിടെ സുന്ദരിയായിട്ട് തന്നെ തയ്യാറായി കഴിഞ്ഞു. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ പാനിൽ വിട്ടു പോരുന്ന പാകമായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി പെട്ടെന്ന് തന്നെ ഇത് പീസ് ഇടാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര സൂപ്പറായിട്ടാണ് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ഒരു അടിപൊളി ഹലുവ തയ്യാറാക്കിയത്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹലുവ തന്നെയായിരിക്കും. എന്നാൽ ഹെൽത്തിയും കൂടിയാണ്. അത് മാത്രമല്ല ഇതുപോലെയുള്ള ഹലുവ നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ഒരു 15 ദിവസമെങ്കിലും സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഓളും കൂടി കൊടുത്തതിന് ഞാനിടുന്ന ഇതുപോലെയുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് നിങ്ങൾക്കൊന്ന് ചേരുന്നതാണ്. ഇതേ റെസിപ്പി തന്നെയാണ് ഞാൻ മുമ്പ് ബാക്കി വരുന്ന ഗുലാബ് ജാമിൻ്റെ സിറപ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.